ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതിയിട്ടു എന്ന് അമേരിക്കയുടെ ഇൻ്റലിജൻസും ഇസ്രായേലിൻ്റെ വിദേശകാര്യ വകുപ്പും. ഈ കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പല കൊലപാതകത്തിൽ നിന്നും താൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് ട്രംപ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. അമേരിക്കയുടെ ഇൻ്റലിജൻസ് കൃത്യമായിരിക്കുന്ന രേഖയോട് കൂടി തന്നെയാണ് ഈ വിവരം ട്രംപിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ട്രംപ് ഇത് സമ്മതിക്കുകയും പലതവണ താൻ രക്ഷപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിക്കുകയും അതോടൊപ്പം തന്നെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി വിപുലീകരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പല ഘട്ടത്തിലും താൻ രക്ഷപ്പെട്ടത് തലനാരിയേക്കാണ് എന്നും എപ്പോഴും അങ്ങനെ സംഭവിച്ചു കൊള്ളണം എന്നില്ല എന്നൊരു പരാമർശം കൂടി അതിൻ്റെ ഇടയിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് ഏത് ഉദ്ദേശിച്ചാണ് എങ്ങനെയെന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കുകയില്ല. മുൻപും അമേരിക്കയുടെ പ്രസിഡന്റുമാർ കൊല്ലപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത തരത്തിൽ അത് സമ്പൂർണമായ രീതിയിൽ അങ്ങനെ തന്നെ നിലനിൽക്കും എന്ന് താൻ കരുതുന്നില്ല എന്നായിരിക്കും ഒരുപക്ഷെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് ഉദ്ദേശിച്ചത് എന്ന് വിലയിരുത്തുന്നു. വളരെ മോശപ്പെട്ട മാനസികാവസ്ഥയുള്ളവരാണ് ഇറാനികൾ എന്ന് അതോടൊപ്പം തന്നെ സോഷ്യൽ ട്രൂത്തിൽ ട്രംപ് പ്രതികരിച്ചു. അവരുടെ മാനസികാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അത് 2016 കാസിം സുലൈമാനിയെ ബാഗ്ദാദിൽ വെച്ച് കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ തുടർച്ചയായ രീതിയിൽ കൃത്യമായ രീതിയിൽ തന്നെ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന് തനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും തനിക്കത് അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇലക്ഷൻ പ്രചാരണ സമയത്ത് വധശ്രമം ഉണ്ടായി. അത് ഇറാനാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും വധശ്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നതോടൊപ്പം ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പ്രചരണത്തിൽ എൻ്റെ തലക്ക് വെടിവെച്ചു, ചെവിക്കാണ്ട് വെടികൊണ്ട് അങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഞാൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് 3 തവണയെങ്കിലും തൻ്റെ വീടിൻ്റെ മുറ്റത്തിലുള്ള പാർക്കിംഗ് ഏരിയയിൽ പോലും ആയുധധാരികളെ കാണുകയും പിടികൂടുകയും ചെയ്ത സംഭവം ഉണ്ടായി. പിന്നെ താൻ ഈ മറ്റ് പൊതുപരിപാടിയിൽ സംബന്ധിക്കുന്ന സമയത്ത് തൻ്റെ സ്റ്റേജിനോട് ചേർന്ന് ഒരു ആയുധധാരിയെ പിടികൂടി. അങ്ങനെ 2-3 അനുഭവങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാൾ വെച്ച് ബാക്കി 3 പേരെയും വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. വെടിവെച്ച് കൊന്നത് തെറ്റായി പോയി എന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹം പറയുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ കാര്യമായി കൃത്യമായിരിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് കൊല്ലാൻ വേണ്ടിയിട്ട് ആയുധമായിട്ട് വരുന്ന വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്ന വിവരമാണ്. അയാളെ തന്നെ വെടിവെച്ച് കൊന്നാൽ പിന്നെ വിവരം കിട്ടാനില്ലല്ലോ. ആ ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അത് തെറ്റായിരുന്നു എന്ന അഭിപ്രായം പറഞ്ഞു. ഇലക്ഷൻ പ്രചരണത്തിൽ ഈ പറയപ്പെട്ട പ്രതിയെ വെടിവെച്ച് കൊന്നതുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ അതിലെ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് അന്ന് തന്നെ പറഞ്ഞതാണ്. അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരട്ടെ എന്നിട്ട് പ്രതികരിക്കാമെന്ന് ഇറാൻ അതിന് മറുപടി നൽകുകയും ചെയ്തു. ഇലക്ഷൻ ഇദ്ദേഹം പ്രസിഡന്റായി വന്നതിന് ശേഷവും അതിൻ്റെ ഒരു തുടർ ചലനങ്ങളോ അല്ലെങ്കിൽ തുടർ അന്വേഷണമോ ഉണ്ടായിട്ടില്ല. അത് എന്തുകൊണ്ട് എന്നൊരിക്കൽ ഇറാൻ ചോദിക്കുകയും ചെയ്തു. അത് ട്രംപ് അതിന് മറുപടി പറഞ്ഞതുമില്ല. അപ്പോൾ എന്തോ ഒത്തുകളിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ ഒരു സംശയം ഇറാൻ തന്നെ ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത് എന്തൊക്കെയാണ് സംഭവം നടന്നതെന്നുള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിരിക്കുന്ന ഒരു വിവരങ്ങൾ അല്ലെങ്കിൽ എല്ലാവിധ അന്വേഷണ സംവിധാന കാര്യങ്ങളുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുമ്പോൾ കൃത്യമായ രീതിയിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചുകൊണ്ട് അത് റിപ്പോർട്ടായിട്ട് പുറത്തുവിടുകയും ലോകത്തോട് അത് സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്തുകൊണ്ടോ ട്രംപ് അത് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം ആ ക്യാൻസറിനെ എത്രയും വേഗം വെട്ടിമാറ്റേണ്ടത് ഈ അമേരിക്കയുടെയും സമൂഹത്തിൻ്റെയും ലോകത്തിൻ്റെയും ആവശ്യമാണ്. ക്യാൻസർ ഉദ്ദേശിച്ച് ഇറാനെയാണ്. തനിക്കും വലിയ ആഗ്രഹമുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു പ്രയാസം കാര്യങ്ങൾ പറയുന്നത് എന്തോ നടക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പല രാഷ്ട്രങ്ങളുടെ വിഷയപ്രശ്നങ്ങളിലും നേരിട്ട് ഇടപെടുകയും തങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ആ രാഷ്ട്രീയ അവസ്ഥാ സാഹചര്യങ്ങളെ മാറ്റുകയും ചെയ്ത ഒരു രാജ്യത്തിൻ്റെ പേരാണ് അമേരിക്ക. നമ്മളിപ്പോൾ പെൻറ്റഗണിലുള്ള ഭീകര ആക്രമണത്തിന് ശേഷം 10ഓളം തെമ്മാടി രാജ്യങ്ങളുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ട് അതിലൊരു ഇറാൻ ഒഴികെ ബാക്കി എല്ലാത്തിലും അമേരിക്ക ഇടപെട്ടിട്ടുണ്ട്. ഭരണമാറ്റം ഉണ്ടായിട്ടുണ്ട്. ഭരണാധികാരിയെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ചില ഭരണാധികാരികളെ തൂക്കിലേറ്റിട്ടുണ്ട്. ചില ഭരണം അട്ടിമറിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെയാണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശ കാര്യങ്ങളൊക്കെ ഘട്ടമായ രീതിയിൽ നടപ്പിലായിട്ടുണ്ട്. പരാജയപ്പെടുത്താൻ സാധിക്കാത്ത ഇറാനെയാണ്. പരാജയപ്പെടുത്തിയിട്ടും കിളർത്ത് വന്നത് അഫ്ഗാനിസ്ഥാനാണ്. 2 രാജ്യത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. താലിബാൻ സമ്പൂർണ്ണമായി ഇല്ലാതാക്കി. ലോകത്ത് ഭീകര സംവിധാനം തകർക്കപ്പെട്ടു. പൂർണ്ണമായ രീതിയിൽ അതിൻ്റെ അടിവേര് പീതറിയപ്പെട്ടു.
ഞങ്ങളവിടെ പ്രശാന്ത സുന്ദരമായിരിക്കുന്ന രാഷ്ട്രം സൃഷ്ടിച്ചു. അതിൻ്റെ പ്രസിഡൻ്റായിട്ട് അമീദ് കർസായി നിയോഗിക്കുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ്റെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് പുതിയ ഭരണ സംവിധാനം ഉണ്ടാക്കിയതുമായിട്ട് ബന്ധപ്പെട്ടും പിന്നീട് ജനാധിപത്യ സംവിധാനം അവിടെ ഈ ജനാധിപത്യ സംവിധാനത്തിലൂടെ സർക്കാരിന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രക്രിയക്ക് മേൽനോട്ടം നടത്തുന്ന പ്രവൃത്തികൾക്കൊക്കെ തങ്ങൾ നേതൃത്വം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ അമീദ് കർസായി ഒന്ന് വന്നു, 5 വർഷം കഴിഞ്ഞ സമയത്ത് വീണ്ടും വന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ അനുജൻ സഹോദരൻ റസാഖ് എന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹമാണ് പിന്നെ പ്രസിഡൻ്റായിട്ട് വരുന്നത്. അങ്ങനെ ഇദ്ദേഹം പ്രസിഡന്റ് അതായത് 13 വർഷം ഏറെക്കുറെ ആയ സമയത്താണ് താലിബാൻ വീണ്ടും അവിടെ അട്ടിമറി നടത്തുന്നത്. അട്ടിമറി നടത്തിയ സമയത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ അട്ടിമറിച്ചു, താലിബാൻ ഭരണം പിടിച്ചെടുത്തു. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഭരിക്കുന്നത് ഈ പറയപ്പെട്ട ഭീകരവാദി സംഘം തന്നെയാണ്. അതിൻ്റെ അപ്പുറമുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സമയത്ത് 2500 അമേരിക്കൻ സൈനികർ അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്നു. അവിടെയാണ് അമേരിക്ക കുടുങ്ങിപ്പോയത്. ജീവനോടെ അവരെ തിരിച്ചു കിട്ടുക എന്നുള്ള അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. താലിബാനുമായിട്ട് ഏറ്റുമുട്ടൽ നടത്തി കഴിഞ്ഞിട്ട് ഒരു ജീവൻ പോലും തിരിച്ചു കിട്ടുകയില്ല. അതോടനുബന്ധിച്ച് അമേരിക്കയിലുണ്ടായിരിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. ഇറാഖിലെ പോലെ വിഡ്ഢിത്തങ്ങൾ ചെയ്തുകൊണ്ട് തങ്ങളുടെ സൈനികരെ കൊലപ്പെടുത്തുന്ന പ്രവൃത്തി ചെയ്താൽ നിങ്ങൾ റോഡിലിറങ്ങില്ല എന്നാണ് ട്രംപിനോട് പറഞ്ഞത്. അഥവാ ഇറാഖിലെ ആ യുദ്ധസമയം ജോർജ് ബുഷ് ഇടപെട്ടുകൊണ്ട് ഇറാഖുമായിട്ട് യുദ്ധം ഉണ്ടായിരുന്ന കുവൈറ്റ് അക്രമത്തോടനുബന്ധിച്ച് ഉണ്ടായിരിക്കുന്ന ആ യുദ്ധത്തോടനുബന്ധിച്ച് ബാഗ്ദാദിൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ബസ്സിൻ്റെ അകത്ത് ബോംബ് സ്ഫോടനം നടന്നു. ചാവര സ്ഫോടനം നടന്നു. 117 125 സൈനികർ ഒരേ സമയത്ത് കൊല്ലപ്പെട്ടു. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ബസ്സിൻ്റെ അകത്ത് ഇത്രയേറെ സൈനികർ ഒരേ സമയത്ത് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. രാജ്യം ഏറ്റവും വലിയ ദുഃഖത്താലെ കഴിയുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്രയും വലിയ രീതിയിലുള്ള ഒരു പ്രയാസം നമ്മളെ തേടി ഇതുവരെ എത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജോർജ് ബുഷ് ഇങ്ങനെ കണ്ണ് തടവുന്ന ഒരു ചിത്രങ്ങളൊക്കെ ആയിരുന്നു അന്നത്തെ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെയുള്ള അവസ്ഥകൾ താലിബാനിൽ വരരുത് എന്നുള്ളതും വളരെ കൃത്യതയോടുകൂടി അതിൽ ഇടപെടൽ നടത്തണം എന്നും പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നു ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്തിട്ടാണ് സംഭവം നടക്കുന്നത്. പിന്നീട് ഇവിടെ ഖത്തർ ആ വിഷയത്തിൽ മധ്യസ്ഥ വഹിച്ചതിന് ശേഷം സൈനികരെ ഖത്തർ കൈമാറി. നമുക്ക് ആ വിഷയമൊക്കെ അറിയാവുന്നതാണ്. ഇപ്പോഴത്തെ ഈ വിഷയം എന്ന് പറയുന്നത് അമേരിക്കയുടെ വധശ്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നമ്മൾ നീങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പ്രാരംഭ പ്രവൃത്തി അല്ലെങ്കിൽ ഒരു പ്രാരംഭമായ രീതിയിൽ ഈ സംഭവം പുറത്ത് വെളിവിൽ വന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസമാണ് നാറ്റോയുടെ സമ്മേളനം തുർക്കിയുടെ ഇസ്താംബൂളിൽ വെച്ച് നടക്കുന്നത്. ഇസ്താംബൂളിലേക്ക് അയാൾ എത്തിയിരിക്കുന്നത് ഖത്തർ കൊടുത്ത വിമാനത്തിലാണ്. ഖത്തർ കൊടുത്ത വിമാനത്തിൽ 8-ാം തീയതിയാണ് സംഭവം. 8-ാം തീയതി നടക്കുന്ന സമയത്ത് ഇറാനുമായി ബന്ധപ്പെട്ട് ഇവിടെ ഓർമുസിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും 2-3 കപ്പലിനെ ഇറാൻ ആക്രമിച്ച് തകർക്കുകയും ചെയ്തു. ഇതോടുകൂടി അമേരിക്കയുടെ തിരിച്ചടി ഉണ്ടായി. മഹായുദ്ധമായിട്ട് അത് പരിണമിച്ചു. 80 സ്ഥലങ്ങളിലൊക്കെ അമേരിക്ക ബോംബിട്ടു എന്ന് അവർ പറയുന്നുണ്ട്. 85 ഇടത്ത് ബോംബിട്ടിട്ടുണ്ടെന്ന് ഇറാനും പറഞ്ഞു. നാശവും നഷ്ടത്തിൻ്റെയും കണക്കുകൾ മാത്രമാണ് പറയാനുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മടക്കം ഇസ്താംബൂളിൽ വെച്ച് അദ്ദേഹം ന്യൂയോർക്കിലേക്കേറ്റം മടങ്ങി പോകുന്ന സമയത്ത് ഖത്തർ കൊടുത്ത വിമാനത്തിലാണ് വന്നത്. അതിൽ തിരിച്ചു പോയാൽ തൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യം തുർക്കിയും ഇറാനും തമ്മിൽ 1000 കിലോമീറ്ററിന് ദൂരപരിധി മതി. 950-80 എന്നൊക്കെയാണ് പറയുന്നത്. 1000 കിലോമീറ്റർ ലക്ഷ്യം വെച്ചുകൊണ്ട് തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഇറാന് സാധിക്കും. കാര്യം 2000 കിലോമീറ്ററാണ്, 1900 കിലോമീറ്ററാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ദൂരപരിധിയുള്ളത്. അവിടേക്ക് ആക്രമണം നടത്തുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്താംബുളിലേക്ക് ആക്രമണം നടത്തുക എന്നുള്ളത് വലിയ പ്രയാസമില്ലാത്ത കാര്യമാണ് എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടെയുള്ളൊരു മനസ്സിലായി. അത് വലിയ വിഷയമായി. അപ്പോൾ ഇറാനും റഷ്യയും ചൈനയും തമ്മിൽ വലിയ രീതിയിലുള്ളൊരു ബന്ധമുണ്ട് എന്നുള്ളത് കൃത്യമാണ്. ആ ബന്ധത്തെ മുറിക്കാൻ വേണ്ടി ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു പാലം, ഈ ബന്ധത്തെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിക്കുന്ന ഒരു പാലം തകർത്തു അമേരിക്ക. അതിൽ 14ഓളം പേർ കൊല്ലപ്പെടുകയും 28ഓളം പേർക്ക് പരിക്കേൽക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ദുരന്തം വലിയ പ്രയാസം ഉണ്ടാക്കി. ആ കാരണം വെച്ചുകൊണ്ട് തിരിച്ചടിക്കുമോ എന്നുള്ളൊരു പേടി ട്രംപിനുണ്ട്. എന്ന് വെച്ചാൽ ട്രംപ് ഇപ്പോൾ പേടിച്ച് നടക്കുകയാണ്. താൻ എവിടെയും സുരക്ഷിതരല്ല എന്ന് ട്രംപ് തന്നെ പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു.
രണ്ട് പ്രശ്നം ഇപ്പോൾ ട്രംപിനെ അലട്ടുന്നുണ്ട്. ഒന്ന്, ഈ പറയപ്പെട്ട വിഷയമാണ്, ഏത് മേഖലയിലൂടെ പോവുകയാണെങ്കിലും ഇറാൻ്റെ എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടാവുക എന്ന് പേടിക്കുന്നു. രണ്ടാമത്തത്, എപ്സ്റ്റീൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഇസ്രായേൽ ഇങ്ങനെ കുത്തിപ്പൊക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അത് വീണ്ടും രംഗപ്രവേശം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായിരിക്കുന്ന പ്രയാസം ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും കൂട്ടി വായിക്കുന്ന സമയത്ത് അമേരിക്കയിൽ 50-ലധികം പ്രസിഡന്റുമാർ വന്നിട്ട് ഈ ഒരു പ്രസിഡന്റിന് ഉണ്ടായിരിക്കുന്ന ദുരനുഭവം പോലെയുള്ള ഒരു സാഹചര്യങ്ങളും അവസ്ഥയും കഴിഞ്ഞു പോയിരിക്കുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റുമാർക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.